ലണ്ടനിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പങ്കെടുത്ത പരിപാടി തടസ്സപ്പെട്ടു. പാറ്റ പരാമർശം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ചീഫ് ജസ്റ്റിസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തിയത്. നടന്നത് അപമര്യാദയെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജയാണ് ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഈ ചീഫ് ജസ്റ്റിസിന്റെ പരിപാടി അത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുന്നു. അത് മറ്റൊരു രാജ്യത്ത് വെച്ച് നടക്കുന്ന ഒരു പരിപാടി. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എടുക്കുക? വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, ഈ നടന്ന സംഭവം അത് തീർത്തും അപമര്യാദയാണെന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഭാഗമാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത്തരത്തിൽ വേണം അത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനെന്നും ഹൈക്കമ്മീഷൻ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഒരു സർവകലാശാലയിൽ നടന്ന പരിപാടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ പരിപാടിയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിയമവും എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഒരു ചോദ്യോത്തര വേളയിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്ത നിരവധി പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിനിടയിലാണ് ഈ പാറ്റ പരാമർശവുമായി ഒരു ചോദ്യം വന്നത്. അപ്പോൾ തന്നെ ഈ കോർഡിനേറ്റർ അവിടെ ഇടപെടുകയും നമ്മുടെ വിഷയം അതുമായി ബന്ധപ്പെട്ടതല്ല എന്നും ഈ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നാലെ ചിലർ ആ വിഷയത്തിൽ തന്നെ ഊന്നൽ നൽകുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചത്. നടന്നത് അപമര്യാദയായിട്ടുള്ള സംഭവമാണെന്ന് തന്നെയാണ് ഹൈക്കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 4-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ഇതിനോടകം തന്നെ ഈ CJP-യുടെ പ്രവർത്തകരൊക്കെ അത് ഷെയർ ചെയ്യുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ക്രിസ്റ്റീന, ശരി. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.